ഗുഡ് മോർണിംഗ് ചേച്ചി. ഗുഡ് മോർണിംഗ് കുട്ടികളെ. ചേച്ചി, നമ്മൾ എന്തോ പഠിക്കാൻ പോകുന്നേ? ഇന്ന് നമുക്കൊരു കഥ കേൾക്കാം. കഥയോ? ചേച്ചി, ആരുടെ കഥയാ? ഇന്ന് നമ്മൾ തോബീത്തിൻ്റെയും അയാളുടെ മകൻ തോബിയസിൻ്റെയും കഥയാണ് പറയാൻ പോകുന്നത്. ചേച്ചി, ഈ കഥയിൽ ഒരു മാലാഖ കൂടെ ഉണ്ടായിരുന്നല്ലോ. ആ, ഈ കഥയിൽ ഒരു മാലാഖ കൂടി ഉണ്ട്. പക്ഷെ അതായിരുന്നു കഥയുടെ ട്വിസ്റ്റ്. BC 3-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടി എഴുതപ്പെട്ടതാണ് ഈ കഥ. ഏലിയായുടെ ജന്മസ്ഥലമായ തിഫ്ബയിൽ തോബിത്ത് എന്ന പേരിൽ ഒരാൾ ജീവിച്ചിരുന്നു. അയാൾ തൻ്റെ ഭാര്യ അന്നയോടും മകൻ തോബിയാസിനോടുമൊപ്പമായിരുന്നു കഴിഞ്ഞത്. അയാൾ ഒരു വിശ്വാസിയും മോശയുടെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിച്ചിരുന്ന ഒരാളുമായിരുന്നു. അസീറിയ ഇസ്രായേലിനെ ആക്രമിച്ച് ഇസ്രായേലിലെ ജനങ്ങളെ തടവുകാരുമാക്കി നിനേവയിൽ കൊണ്ടുപോയി. തോബിത്തും കുടുംബവും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. നഗരത്തിന് പുറത്താണ് തടവിലാക്കപ്പെട്ട ഇസ്രായേൽ ജനം താമസിച്ചിരുന്നത്. നിനേവയിലെ ജനങ്ങൾ വിഗ്രഹാരാധന നടത്തുന്നത് കണ്ട് ചില ഇസ്രായേൽ ജനങ്ങളും അവരുടെ ഒപ്പം വിഗ്രഹാരാധന നടത്തി തുടങ്ങി. തോബിത്ത്, പറയൂ സുഹൃത്തേ. നമ്മൾ ഇനി അസ്രിയക്കാരുടെ ദൈവത്തിനെ ആരാധിക്കണം. ഇല്ല സുഹൃത്തേ, ഞാൻ ഒരിക്കലും വിഗ്രഹങ്ങളെ ആരാധിക്കില്ല. അത് ദൈവനിയമത്തിനെതിരാണ്. ഓ, നീയും നിന്റെ ദൈവം നമ്മളെ ഉപേക്ഷിച്ചു കഴിഞ്ഞു. നീ നമ്മളുടെ അവസ്ഥ ഓർത്തു നോക്കൂ. അതല്ല സുഹൃത്തേ, ഞാൻ എൻ്റെ ദൈവത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നു. ആരാണ് തോബിത്ത്? ഞാനാണ്. കാര്യം എന്താണ്? നിങ്ങളെ രാജാവ് വിളിക്കുന്നു. എന്നെയോ? ഞാൻ ഒരു തെറ്റും ചെയ്തില്ലല്ലോ. തോബിത്ത്, എൻ്റെ കൂടെ വരൂ. ഞാൻ വരാം. അതെ, ഞാനാണ്. പ്രഭു, എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. ഞാൻ നിങ്ങളെ വിളിച്ചത് അഭിനന്ദിക്കാനാണ്, അല്ലാതെ ശിക്ഷിക്കാനല്ല. അഭിനന്ദിക്കാനോ? അതെ, നിങ്ങൾ വളരെ നല്ലവനും കാര്യപ്രാപ്തിയുള്ള ഒരാളുമാണ്. നിങ്ങളെ ഞാൻ നിനേവയിൽ കഴിയുന്ന പാരദേശികളുടെ മേൽനോട്ടക്കാരനായി നിയമിക്കുന്നു. നമ്മുടെ അയൽരാജ്യങ്ങളുമായി കച്ചവടത്തിൽ ഏർപ്പെടാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനോ? അതെ തോബിത്ത്, നിങ്ങൾക്ക് താമസിക്കുവാനായി ഞാൻ നഗരത്തിൽ ഒരു വീട് ഒരുക്കി തരുന്നുണ്ട്. നന്ദിയുണ്ട് പ്രഭു. തോബിത്ത് നന്നായി തന്നെ അധ്വാനിച്ചു. തോബിത്ത് കച്ചവടത്തിൽ ഏർപ്പെട്ട് നല്ല പണം സമ്പാദിച്ചു. ധനികനായി. ദരിദ്രകാലത്തിന് മുന്നോടിയായി തോബിത്ത് തൻ്റെ സുഹൃത്ത് ഗബായലിൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഏൽപ്പിച്ചു. എന്നിട്ട് കച്ചവട ശേഷം തോബിത്ത് അസറിയയിലേക്ക് മടങ്ങി. തോബിത്ത് നിനേവയിൽ തിരിച്ചെത്തിയപ്പോൾ നല്ലവനായ രാജാവ് മരണപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ദുഷ്ടനായ മകനാണ് രാജ്യം ഭരിക്കുന്നത്. അയാൾ ഇസ്രായേൽക്കാരോട് വളരെ ക്രൂരമായാണ് പെരുമാറിയിരുന്നത്. ഹേ തോബിത്ത്, പറയൂ, എല്ലാം ശരിയായിട്ടല്ല പോകുന്നത്? പടയാളി കാര്യങ്ങളെല്ലാം തോബിത്തിനെ ബോധ്യപ്പെടുത്തി. പുതിയ രാജാവ് ഭരണസമിതിയിൽ നിന്നും ഇസ്രായേൽക്കാരനായ നിങ്ങളെ മാറ്റിയിരിക്കുന്നു. എന്തിന്? നിങ്ങൾ പ്രതികരിക്കാൻ നിൽക്കരുത് സുഹൃത്തേ. പ്രതികരിച്ച എല്ലാവരും അദ്ദേഹം കൊന്നു. വെറുതെ ഒരു കാര്യമില്ലാതെ ഇസ്രായേൽ ജനങ്ങളെ കൊല്ലുകയാണ് പുതിയ രാജാവ്. 4 ഇസ്രായേൽ ജനങ്ങൾ മരിച്ചു കിടക്കുന്നത് തോബിത്ത് കണ്ടു. അയാൾ എന്തിന് ഇങ്ങനെ ചെയ്തു? അവരുടെ ശരീരം അർഹിക്കുന്ന രീതിയിൽ മറവ് ചെയ്യണം. ഇവരെ കഴുകന്മാർക്കും കാക്കകൾക്കും ഭക്ഷണമാക്കാൻ വിടരുത്. നിങ്ങൾക്ക് തന്നെ ചെയ്യാം സുഹൃത്തേ. എൻ്റെ സഹായം പ്രതീക്ഷിക്കരുത്. എനിക്ക് ജീവനിൽ കൊതിയുണ്ട്. അവരുടെ ശരീരം ഇങ്ങനെ കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അന്ന് രാത്രി തോബിത്ത് അവരുടെ ശരീരം ആരും അറിയാതെ സംസ്കരിച്ചു. ഇവിടെ ഉണ്ടായിരുന്ന ശവങ്ങൾ എവിടെ? ആരായാലും അയാളെ കണ്ടെത്തി തൂക്കും. തോബിത്തിന് ഭീഷണി ഉണ്ടെന്ന് അറിഞ്ഞതോടെ അദ്ദേഹം നാട് വിട്ടുപോയി. തോബിത്താണ് ശരീരങ്ങൾ മറവ് ചെയ്തത് എന്ന് രാജാവ് അറിഞ്ഞപ്പോൾ അദ്ദേഹം തോബിത്തിൻ്റെ സ്വത്ത് മുഴുവൻ കൈക്കലാക്കി. തോബിത്തിൻ്റെ കുടുംബത്തെ പട്ടിണിയിലാക്കി. വർഷങ്ങൾക്ക് ശേഷം രാജാവ് മരിച്ചു. പുതിയതായി ഒരു നല്ലവനായ രാജാവ് ഭരണമേറ്റു. തോബിത്ത് ഈ സമയത്ത് സുരക്ഷിതനാണെന്ന് അറിഞ്ഞ് കുടുംബത്തിലേക്ക് തിരിച്ചു വന്നു. പ്രിയനെ, അന്ന, എൻ്റെ പ്രിയേ, നിങ്ങൾ തിരിച്ചു വന്നു അല്ലേ? എൻ്റെ മകൻ തോബിയാസ് എന്തേ? അവൻ വയലിലായിരുന്നു, ദാ വന്നല്ലോ. അപ്പം തിരിച്ചെത്തിയോ? മകനെ, നീ ഇപ്പോൾ യുവാവായല്ലോ. നിനക്ക് സുഖമല്ലേ? പ്രിയനെ, നിങ്ങൾ അകത്തേക്ക് വാ. ആദ്യം ഭക്ഷണം കഴിക്കാം. അപ്പാ, ഞാൻ വരുന്ന വഴിക്ക് അവിടെ ഒരു ഇസ്രായേൽക്കാരൻ്റെ ശവശരീരം അനാഥമായി കിടപ്പുണ്ടായിരുന്നു. അവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ലപ്പാ.
തോബിത്ത് ആ ശരീരം സുഹൃത്തുക്കളുടെ സഹായത്താൽ മറവ് ചെയ്തു. നീ വീട്ടിൽ പോകുന്നില്ലേ തോബിത്ത്? ഇല്ല, ഞാൻ ശവശരീരം തൊട്ടു. അശുദ്ധനായി. ഞാൻ ഇന്ന് മരച്ചുവട്ടിൽ കിടന്നിട്ട് നാളെ വീട്ടിൽ പോവാം. ശരി, ഞങ്ങൾ പോകുന്നു. പക്ഷേ അന്ന് രാത്രി പക്ഷികാഷ്ടം അയാളുടെ കണ്ണിൽ വീണു. അയാളുടെ കാഴ്ച നഷ്ടപ്പെട്ടു. അയ്യോ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. തോബിത്തിന് കണ്ണ് കാണാത്തത് കൊണ്ട് കുടുംബം മുന്നോട്ട് കൊണ്ടുപോവാൻ അന്ന ജോലിക്ക് പോവാൻ തുടങ്ങി. അന്ന, വിശക്കുന്നു. എന്തേലും ഉണ്ടോ? ഇവിടെ ഒന്നുമില്ല. നിങ്ങൾ ദൈവത്തോട് ചോദിക്കൂ. നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും കൊണ്ട് ഞാൻ തോറ്റു. കർത്താവായ ദൈവമേ, ഞങ്ങളിൽ കനിയണമേ. അതിൻ്റെ ഇടയിൽ മീദ്യായിൽ ഋഗുവേലിൻ്റെ മകൾ സാറായിക്ക് ഒരു ഭർത്താവിനെ കൂടി നഷ്ടപ്പെട്ടു. അത് അവളുടെ 7ാമത്തെ ഭർത്താവായിരുന്നു. അവളെ വിവാഹം കഴിക്കുന്ന ആൾ പിറ്റേന്ന് തന്നെ മരിക്കും. എൻ്റെ ദൈവമേ, എനിക്കെന്താ ഇങ്ങനെ ഒരു ശിക്ഷ? എല്ലാവരുടെയും പഴികേട്ട് ഞാൻ മടുത്തു. എനിക്ക് മരിച്ചാൽ മതി. ഞാൻ എൻ്റെ സുഹൃത്ത് ഗബായിലിൻ്റെ കയ്യിൽ കുറച്ച് പണം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് നീ പോയി വാങ്ങണം. ഞാൻ പോകാം അപ്പാ. നിന്റെ കൂടെ വരാൻ ഒരു സഹയാത്രികനെ കണ്ടുപിടിക്കണം. നമുക്ക് അയാൾക്ക് പ്രതിഫലം കൊടുക്കാം. തോബിയാസ് അങ്ങനെ റാഗസിലേക്ക് വഴിയറിയാവുന്ന ഒരു സഹയാത്രികനായ അസറിയാസിനെ കണ്ടുമുട്ടി. അങ്ങനെ അവർ റാഗസിലേക്ക് പുറപ്പെട്ടു. അവർ കുറെ നടന്നു. അവർ ടൈഗ്രിസ് നദിയുടെ അരികെ എത്തി. ശരി സുഹൃത്തേ. ടൈഗ്രിസ് നദിയിൽ നിന്ന് ഒരു തിമിംഗലം ചാടി. തോബിയാസ് അതിനെ പിടിച്ചു കരയിലേക്ക് ഇട്ടു. നമുക്കിതിനെ പൊള്ളിച്ച് കഴിച്ചാലോ? നമുക്കിതിന്റെ ചങ്കം കരളും കൈപ്പയും മാറ്റിയിട്ട് ബാക്കി പൊരിച്ച് എഴുതുക. അതൊക്കെ എന്തിനാണ് മാറ്റിവെക്കുന്നത്? അതൊക്കെ പോകുന്ന വഴി നിനക്ക് ഞാൻ പറഞ്ഞു തരാം. ശരി സുഹൃത്തേ. അങ്ങനെ അവർ ചങ്കും കൈപ്പയും കരളും 2 സഞ്ചിയിൽ കെട്ടി സൂക്ഷിച്ചു വെച്ചു. നമ്മൾ എക്ബദാനയിലെത്തി. ഇവിടെ നിന്റെ ബന്ധു താമസിക്കുന്ന കാര്യം നിനക്കറിയില്ലേ? എൻ്റെ ബന്ധുവോ? അറിയില്ല. അയാളുടെ പേര് റഘുവേൽ എന്നാണ്. അയാൾക്ക് സാറ എന്ന പേരുള്ള സുന്ദരിയായ ഒരു മകൾ ഉണ്ട്. നീ അവളുടെ അടുത്ത ബന്ധുവാണ്. എനിക്കറിയാം. സാറയുടെ 7 ഭർത്താക്കന്മാർ മരിച്ചു പോയതല്ലേ. പിശാചിന് അവളെ ഇഷ്ടമായതുകൊണ്ട് അവളുടെ ഭർത്താക്കന്മാരെ പിശാച് കൊന്നുവെന്നല്ലേ? അതെ, അത് ശരിയാണ്. എനിക്കവളെ സഹായിക്കണമെന്നുണ്ട്. ഒരു വിശുദ്ധമായ കുടുംബം തുടങ്ങാൻ വേണ്ടി നീ അവളെ വിവാഹം ചെയ്യണം. അപ്പോൾ ആ പിശാചുക്കളോ? അതിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അസറിയാസ് പറഞ്ഞതുപോലെ തോബിയാസ് സാറായെ വിവാഹം ചെയ്തു. മത്സ്യത്തിന്റെ ചങ്കും കരളും മുറിക്കുള്ളിൽ കത്തിക്കാൻ അസറിയാസ് തോബിയാസിനോട് ആവശ്യപ്പെട്ടു. സാറായുടെ സമ്മതത്തോടു കൂടി തോബിയാസ് അങ്ങനെ ചെയ്തു. എന്നിട്ട് അവർ പ്രാർത്ഥിച്ച് ഒരു ജീവിതം തുടങ്ങി. സാറായുടെ പിതാവ് റഘുവേൽ തോബിയാസിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് അദ്ദേഹം ഒരു കുഴി അവന് വേണ്ടി എടുത്തിട്ടു. തോബിയാസ് മരിച്ചാൽ അവനെ സംസ്കരിക്കുവാനായി. തോബിയാസ് മരിച്ചോ എന്ന് നോക്കിയിട്ട് വരൂ. അല്പസമയത്തിനു ശേഷം, പ്രഭു, തോബിയാസ് ജീവിച്ചിരിക്കുന്നു. റഘുവേൽ ദൈവത്തെ പാടി സ്തുതിച്ചു. നന്ദി സുഹൃത്തെ. നീ കാരണം എനിക്കൊരു ജീവിതവും എൻ്റെ കുടുംബത്തെ നോക്കുവാനുള്ള സ്വത്തും കിട്ടി. നന്ദി ദൈവത്തോട് പറയുക. അവിടെ നിന്നാണ് എല്ലാം തീരുമാനിക്കുന്നത്. അസറിയാസ് ഗബാലിന്റെ അടുക്കൽ പോയി പണം മേടിച്ചു. തിരിച്ചു തോബിയാസിന്റെ അടുക്കൽ വന്ന് തോബിയാസും സാറായും മൊത്ത നാട്ടിലേക്ക് തിരിച്ചു. നിന്നോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എനിക്കിപ്പോഴും ഒരു സങ്കടമുണ്ട് ഒരു കാര്യത്തിൽ. എന്താണത്? എൻ്റെ അപ്പൻ്റെ കാഴ്ചശക്തി. ഞാൻ നിന്റെ കയ്യിൽ സൂക്ഷിക്കാൻ തന്ന കയ്പ കയ്യിൽ വീട്ടിലെത്തുമ്പോൾ തന്നെ അത് നിന്റെ അപ്പന്റെ കണ്ണിൽ പുരട്ടണം. അവർ വീട്ടിലെത്തി. അസറിയാസ് പറഞ്ഞതുപോലെ തോബിയാസ് ചെയ്തു. അങ്ങനെ തോബിത്തിന് കാഴ്ച തിരിച്ചു കിട്ടി. ദൈവമേ നന്ദി, നീ എന്നെ കാത്തു. തോബിത്ത്, നീ ദൈവത്തിന് നന്ദി പറയുക. നിന്റെ നന്മകൾ ദൈവം കണ്ടിരിക്കുന്നു. നിന്റെ പ്രാർത്ഥനകൾ അവിടുന്ന് ശ്രവിച്ചു. കർത്താവാണ് എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചത്. ഞാൻ അവൻ്റെ മാലാഖയാണ്. എൻ്റെ പേര് റാഫേൽ. ദൈവമേ നന്ദി. കുട്ടികളെ, നിങ്ങൾക്ക് കഥ ഇഷ്ടായോ? ഇഷ്ടമായി ചേച്ചി. നമുക്ക് തോബിത്തിനെ പോലെ ഏത് സാഹചര്യത്തിലും ദൈവത്തിൽ ആശ്രയിക്കാം. അവിടുന്ന് നമ്മെ കാത്തുകൊള്ളും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.